വെൽക്കം ബാക്ക് ടു അല്ലൂസ് വണ്ടർ റെസിപ്പി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പപ്പയയും പരിപ്പും ചേർത്തുള്ള ഒരു നാടൻ എരിശ്ശേരിയാണ്. വളരെ രുചികരവും എന്നാൽ ഹെൽത്തിയും ആയിട്ടുള്ള ഒരു എരിശ്ശേരിയാണിത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. ഇനി എന്തൊക്കെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എരിശ്ശേരി തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനൊരു പപ്പയ്ക്കാണ് എടുത്തിരിക്കുന്നതെന്ന്. ഇത് കുറച്ചൊന്ന് വിളഞ്ഞ് ചുവപ്പടിച്ച പപ്പയാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞ് എടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചുവപ്പടിച്ച പപ്പയാണ്. ഇതാണ് എരിശ്ശേരിക്ക് ഈ ടൈപ്പാണ് നല്ലത്. ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയാം നമുക്ക്. തൊലിയും അരിയും എല്ലാം കളഞ്ഞ് നല്ല ക്ലീനാക്കി അരിഞ്ഞ് ചെറുതാക്കിയിട്ട് ഇത് കഴുകിയെടുത്തതാണ്. ഇതിനെ ഇനി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. തീരെ ചെറുതാവണമെന്നില്ല, സ്ക്വയർ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ഇതെല്ലാം ഇച്ചിരി കുക്കറിലിട്ടാണ് വേവിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് വലിയ കഷ്ണമായാലും കുഴപ്പമില്ല. ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. പരിപ്പ് കുതിർത്തത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് കുതിർത്ത് വെച്ചിരിക്കുന്ന പരിപ്പാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പപ്പായ നമുക്ക് ഇടാം. വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഇതെല്ലാം വെന്ത് വരുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി അതിൽ ചേർക്കുന്നു. ഇനി എരിക്ക് വേണ്ടിയിട്ട് മുളക് പൊടി 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക് ചേർക്കുന്നു. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണം നമുക്കിതിലേക്ക്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. പപ്പയയും പരിപ്പും ഒക്കെ നന്നായി വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇനി കുക്കർ അടച്ച് നമുക്ക് 3 വിസിൽ കേൾക്കുന്നത് വരെ വേവിക്കണം. ഇത് അരപ്പിന് വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് സാദാ ജീരകം, ഒരു 1/4 സ്പൂൺ സാദാ ജീരകം ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എങ്കിലും അല്പം കൂടി മഞ്ഞൾപ്പൊടി, അരപ്പിന് കളർ കിട്ടുന്നതിന് വേണ്ടി മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെ ചുവന്നുള്ളി 3-4 ചുവന്നുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നേരത്തെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഒരൽപ്പം വെള്ളം ഒഴിച്ച് തരിതരിപ്പായിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. 3 വിസിൽ കേട്ട് പപ്പയും പരിപ്പുമൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. പരിപ്പുമൊക്കെ വെന്തതാണ്, എങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അരപ്പുമായിട്ട് നന്നായിട്ട് യോജിക്കണം. ഗ്യാസ് ഓണാക്കണം. നല്ല കട്ടിയായതിനാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. പച്ചവെള്ളം ചേർക്കരുത്. നല്ല കട്ടിയായിരിക്കേണ്ട കാര്യമില്ല, കാരണം ഇത് ഇരുന്ന് കുറച്ചുകൂടി കുറുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ലൂസും ആയി പോകരുത്. തിളച്ച വെള്ളം ചേർത്താൽ മതി, പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിശ്ശേരി ആണെങ്കിലും അല്പം ലൂസായിരിക്കണം. ഇത് നന്നായി തിളയ്ക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം ഗ്യാസ് ഓഫ് ചെയ്യാൻ. എന്നിട്ട് നമുക്ക് താളിക്കുന്നതിന് വേണ്ടി കുറച്ച് എണ്ണ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് കടുക് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ചുവന്നുള്ളി അരിഞ്ഞതും വറ്റൽമുളകും ചേർക്കുക.
നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത്, കറിവേപ്പിലയാണ് അതിൻ്റെ മണം കൂടുതൽ കിട്ടുന്നത്, അത് ചേർത്ത് ഇപ്പോൾ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ആ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഈ താളിപ്പെല്ലാം അതിൽ പിടിച്ച് വരുന്നതിന് വേണ്ടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമ്മൾ ഇതൊന്ന് അടച്ച് മൂടി വയ്ക്കണം. നമ്മുടെ പപ്പയ എരിശ്ശേരി റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം തന്നെ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്